കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റിൻ്റെ ടോട്ടൽ ഏരിയയിൽ ഒരു 1 ഏക്കർ 60 സെൻറ്റ് കയ്യേറിയേക്കണാണ്. നമ്മളെ ഈ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഫ്ലാറ്റിലുള്ള അതായത് 20 ലക്ഷം രൂപ ചേച്ചി തട്ടിയെടുത്തു. മോനെ ഞാൻ ഇവിടെ 20 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് ഞാൻ ഇവിടെ ഈ നാട് വിട്ടൊന്നും പോയിട്ടില്ല. ഞാൻ ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. അൻസിബ ഒരു സാമൂഹിക വിപത്ത് എന്ന് ടിനി ടോം തിരിച്ചടിച്ചാൽ ടിനി ടോം ജയിലിലാകും. സ്ത്രീത്വത്തെ അപമാനിച്ചു. നിലവിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അതായത് ലക്ഷ്മിപ്രിയ പിന്നെയും ഏറിപ്പോയിട്ടുണ്ട്. പണ്ടത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു, ഒരു 20 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് പറഞ്ഞിട്ട്. ആ കേസ് തന്നെ ഇപ്പം പിന്നെയും കുത്തിപ്പൊങ്ങി വന്നിട്ടുണ്ട്. ആ പുള്ളിയുടെ വോയിസും കാര്യങ്ങളൊക്കെ നിലവിൽ വെളിയിൽ വന്നിട്ടുണ്ട്. അതും കൂടാതെ നമ്മുടെ ടിനി ടോമിൻ്റെ കുറച്ച് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ ടിനി ടോമിൻ്റെ മകൻ്റെ ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. അതായത് ഒരു വീട്ടിൽ ചെന്ന് കിടന്ന് ചീത്ത വിളിക്കുന്നു, ബഹളം വയ്ക്കുന്നു, പിന്നെ അതിൻ്റെ കുറേ കേസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിലെ ഉടമസ്ഥൻ്റെ ഒരു വീഡിയോ ആണ്. കുറേ നാളുകൾക്ക് മുന്നേയും പുള്ളി ഇവർക്കൊക്കെ അഗേൻസ്റ്റ് വീഡിയോ ഇട്ടതാണ്. അതായത് ടിനി ടോമിൻ്റെ മകനും അഗേൻസ്റ്റ് വീഡിയോ ഇട്ടതാണ്. ഇപ്പം റീസെൻ്റ്ലി നടക്കുന്ന ഇഷ്യൂസിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടും പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് ഞാനൊരു ട്രോൾ ചാനലിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ടിനി ടോം ഏകദേശം ഒരു ഏക്കർ 60 സെൻറ്റ് എങ്ങാണ്ട് കൈവശം വെച്ചിരിക്കുകയാണെന്നും ടിനി ടോം കാരണം ആ നാട്ടിലുള്ള ആൾക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെയൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റിൻ്റെ ടോട്ടൽ ഏരിയയിൽ ഒരു 1 ഏക്കർ 60 സെൻറ്റ് കയ്യേറിയേക്കണാണ്. നമ്മളെ ഈ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഫ്ലാറ്റിലുള്ള കുറച്ച് ഭാഗങ്ങൾ ടിനി ടോം എന്ന് പറയുന്ന ഒരു നടനെ ഹോൾഡ് ചെയ്ത് വെച്ചേണെന്ന് പുഴയുടെ തീരം മടച്ചു കെട്ടി കയ്യേറിയേക്കണാണ്. അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞ് റീസർവേ എടുത്തു കഴിഞ്ഞാൽ ടിനി ടോം അടക്കമുള്ളവരുടെ വീടിൻ്റെ മുറ്റം, ആ ലോൺ, പിന്നെ അവിടെ ഒരു കെട്ടിടമുണ്ട്, അതിന് ക്ലബ് ഹൗസ് എന്നാണ്, അവിടെയാണ് ഇവരുടെ പരിപാടികളെല്ലാം. അതെല്ലാം പോകും. ഇവനെ പോലുള്ളവരെ ഇങ്ങനെ ഇല്ലെങ്കിൽ സ്ഥലം പോയി കഴിഞ്ഞാൽ അതായത് ഒരു സെലിബ്രിറ്റി ആണെന്ന് വെച്ചിട്ട് എന്ത് തോന്നിവാസവും കാണിക്കുന്നത് ശരിയല്ല. ഞാനിപ്പോൾ കണ്ടിന്യൂസ്ലി ടിനി ടോമിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, ടിനി ടോം അങ്ങ് ഭയങ്കര രീതിയിലുള്ള എന്താ പറയുക ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ടിനി ടോമിനെതിരെ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. സംസാരിച്ച് കഴിഞ്ഞാൽ അവരെയൊക്കെ കേസിൽപ്പെടുത്തും. ഇങ്ങനെയൊക്കെ ഒരു സംഭവം. ടിനി ടോമിനെ പറ്റിയിട്ട് ഒരു മനുഷ്യർ പോലും നല്ലത് പറയുന്നില്ല. ഈവൻ അൻസിബയെ ഇഷ്ടമല്ലാത്ത ആൾക്കാർ പോലും ടിനി ടോമിനെ പറ്റിയിട്ട് കുറ്റമാണ് പറയുന്നത്. ഇപ്പോൾ ഈ ടിനി ടോം കാരണം അവരുടെ നാട്ടിലുള്ള ആൾക്കാർ അനുഭവിക്കുന്നതിൻ്റെ വിഷമങ്ങളാണ് വന്നിരുന്ന് പറയുന്നത്. ഇതൊരിക്കലും വൈരാഗ്യത്തിൻ്റെ പേരിൽ നിന്നും എന്ന് പറയുന്നതൊന്നുമല്ല. പുള്ളി പറയുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് ആ കോളനിയുടെ ഭംഗി പോയി. ഭീമമായ തുകകളാണ് മെയിൻ്റനൻസ് ചാർജ് എന്നും പറഞ്ഞ് ഓരോ ടെനൻസിൻ്റെ ഇതും വാങ്ങുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊരു കുടുംബം ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ എൻ്റെ ഓണറെ വിളിച്ചിട്ട്, എൻ്റെ ഫാമിലി ഫ്രണ്ട് തന്നെയാണ്, എൻ്റെ ഓണറെ വിളിച്ചിട്ട് അവർക്ക് അവിടെ കൊടുക്കരുത്, ഇരട്ടി വിലയ്ക്ക് ഞങ്ങൾ തരാം. ഇവൻ്റെ സ്ക്രൂയിങ് ഞാൻ അമ്മയുടെ മീറ്റിങ്ങിലായിരുന്നു, ഞാനോ ഭയങ്കര പ്രശ്നങ്ങളാണ്. സത്യമാണ്. ഇങ്ങേരില്ലേ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇല്ല, അതേപോലെ തന്നെ അമ്മ അസോസിയേഷൻ ഇല്ല. ആ ഒരു രീതിയിലാണ് ടിനി ടോമിൻ്റെ ഒരു നടത്തേം പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അതായത് ഒന്ന് ആലോചിച്ചോണം, കയറിക്കിടക്കാനായിട്ട് വീട് പോലും കൊടുക്കരുത് എന്ന് വേറെ ആൾക്കാരെയൊക്കെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് എത്രത്തോളം ക്രൂരനാണ് ഇയാളെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോഴും അന്ധത ബാധിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അൻസിബയെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾ. അൻസിബ എന്താ ശരിക്കും പറഞ്ഞാൽ അവിടെ കുറ്റം ചെയ്തത്? രാഹുൽ ഈശ്വറിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ അതിനകത്ത് വെക്കുന്നുണ്ട്, അതിനകത്തോട്ടൊക്കെ വരാം. ഭയങ്കര മമ്മൂക്കയുടെ മറ്റം എൻ്റെ പൊന്നളിയാ, മമ്മൂക്ക പോലീസ് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവനില്ലെങ്കിൽ അമ്മയില്ലെന്നുള്ളതാണ്. ഇട്ട് കഴിയുമ്പോൾ ഈ വീഡിയോ വൈറലായി കഴിയുമ്പോൾ എനിക്കെതിരെ എന്തെങ്കിലും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുള്ളത് 100%. ഒരു മിനിമം ഭീഷണി എൻ്റെ അപ്പനും അമ്മയ്ക്കും ഉണ്ടാവും എന്നുള്ളത്. സംഭവം ഇൻസിഡൻ്റ് ഇതാണ്. വണ്ടി റേസ് ചെയ്യിച്ച് പോയി, സൗണ്ട് കുറച്ച് ഓടിക്കാൻ പറഞ്ഞു, നമ്മളെ തെറി വിളിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞു, ഞങ്ങളപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു. പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ല ഇപ്പോൾ ഇത്രയും രാത്രി ആയില്ലേ, എത്ര രാത്രിയായാലും ഒരു പരാതിക്കാരൻ പരാതി തന്നാൽ അക്നോളജ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഒരു കന്നഡ വെച്ചിട്ട് ഒരാളായിരുന്നു, പുള്ളി പറഞ്ഞു നിങ്ങൾ പൊക്കോ, നിങ്ങൾ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ നെക്സ്റ്റ് ഡേ തൃശ്ശൂർ പോവുകയാണ്. ഒരു നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നു, ഭയങ്കര ഹറാസ്മെൻ്റ് ആയിരുന്നു. താനൊരു സിവിലിയനെതിരെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യണത്, അങ്ങനെയാണോ ഇങ്ങനെയാണോ? ഞാൻ പറഞ്ഞു താൻ ആരോടോ എന്ന് ചോദിച്ചു. ഞാൻ ആലുവ CI ആണ്. ഞാൻ പറഞ്ഞു ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ സബോർഡിനേഷനെ കൊണ്ട് വിളിപ്പിക്കലായി. അപ്പോൾ ഈ അതായത് ടിനി ടോമിൻ്റെ ഹോൾഡ് കൊണ്ട്, ടിനി ടോമിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് കുറേ പോലീസുകാരെയും കൊണ്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുമായിരുന്നു. മകൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഇട്ട ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യണം, ഇങ്ങനെയാണോ നീ കാണിക്കുന്നത്, അതാണ് വാടയാണ്, അല്ലെങ്കിൽ നിന്നെ കേസിൽപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെയാണ് പരിപാടികൾ. ഇത്രത്തോളം ഒരു സ്വഭാവമുള്ള ആളെയാണ് ഈ പറയുന്ന അമ്മയിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ട് ആരാണ്? ശ്വേതാ മേനോൻ, പിന്നെ വേറെ കുറച്ച് ആൾക്കാർ, ഈ ലക്ഷ്മിപ്രിയയുടെയൊക്കെ ഒരു തനിക്കുണം എന്താണെന്ന് ഇപ്പം ജനങ്ങൾക്കത് മനസ്സിലായി കഴിഞ്ഞു. ഒരു വ്യാജമായിട്ടുള്ളൊരു പരാതിയായിരുന്നു അൻസിബയ്ക്കെതിരെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാവർക്കും മനസ്സിലായത്. എന്നിട്ടും സ്റ്റേഷനിൽ ചെന്നിട്ട് അൻസിബയെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ച്.
ആരൊക്കെ അവിടുത്തെ SI ആയിക്കോട്ടെ, ഇനിയിപ്പം ലക്ഷ്മിപ്രിയ ആയിക്കോട്ടെ. പോരാത്തിന് ഇപ്പോൾ ലക്ഷ്മിപ്രിയയുടെ ഒരു ഒളി ക്യാമറ വീഡിയോ ഒക്കെ പുറത്തിറങ്ങുമെന്ന് പറയുന്നത് കേട്ടോ. അതായത് ക്യാമറ ഓണാക്കിക്കൊണ്ട് ചെന്നേക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പേരിൽ കേസ് എടുക്കണം. ഇത് കുറേ എണ്ണം അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അമ്മ സംഘടനയും കൊണ്ട് നാടിന് എന്ത് ഉപകാരമാണുള്ളത്? മറ്റേ അരഗൻസ് മാറ്റിയിട്ട് മറ്റേ ഇത് മാറ്റി താഴ്മയിലോട്ട് എത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ശബരീഷ് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യ്, ആ പയ്യൻ്റെ ഭാവിയല്ലേ. ഞാൻ പറഞ്ഞു ശരി ആലോചിക്കാം, നോക്കട്ടെ. ശബരീഷ് എപ്പോഴാണ് വരികയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. ഒരു 4 o'clock ഞങ്ങളവിടെ എത്തി. ഞങ്ങളവിടെ ഇരിക്കുകയാണ്. 5 മണിയായപ്പോൾ പുള്ളി എത്തി. 5 മണിയായപ്പോൾ സിനിമ നടൻ എത്തി. പട്ടി ഷോ അകത്തേക്ക് കയറിപ്പോയി. ആയിട്ട് എന്തോ കോൺവെർസേഷനിലായിരിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഒരു സബോർഡിനേറ്റ്സ് വന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് വന്ന് അകത്തേക്ക് വന്ന് ബാ. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഇവനെ പോലീസിലെടുത്താ, എൽദോനെ സിനിമയിലെടുത്തെന്ന് പറഞ്ഞ പോലെ ഇവനെ പോലീസിലെടുത്താ. ഞാനവിടെ ഇരുന്നു. ചെന്നിരുന്നപ്പോൾ CI മഞ്ജുദാസോ ശബരീഷ് കഞ്ചാവ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തു. അതുകൊണ്ട് ശബരീഷിൻ്റെ പേരിൽ കേസ് ടിനിച്ചേട്ടന് കൊടുക്കാൻ പറ്റും. എങ്ങനെയുണ്ട്? വാദി പ്രതിയായി. ശരിക്കും പറഞ്ഞാൽ ഈ പോലീസുകാരൊക്കെ എന്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. യവനൊക്കെ ഇത്രയും അങ്ങ് റെസ്പെക്റ്റ് കൊടുക്കുന്നതും അല്ലെങ്കിൽ യവൻ പറയുന്നത് പോലെയൊക്കെ കേട്ടിട്ട് പ്രവർത്തിക്കുന്നതും ഒക്കെ എല്ലാ പോലീസുകാരും അങ്ങനെ ചെയ്യുന്നതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേഷനിൽ അന്ന് ഇരുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി തീർച്ചയായിട്ടും അന്വേഷിക്കണം. അല്ലാതെ യവൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഇവൻ ആരാണ്? മുഖ്യമന്ത്രി എങ്ങാണോ ആണോ? അറിയാൻ മേലായിട്ട് ഞാൻ ചോദിക്കുക. ഇത് കുറേ ആയി ടിനി ടോമിനെ പറ്റിയിട്ട് എത്ര അലിഗേഷൻസ് കേട്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് 1 or 2 ആണോ? എത്ര വിഷയങ്ങൾ വന്നിരിക്കുന്നു. എന്നിട്ട് ഇപ്പോഴും താങ്ങി പിടിച്ചുകൊണ്ട് വേണം. ആ പ്രിയങ്ക എന്ന് പറയുന്ന ആക്ട്രസൊക്കെ എന്തുവരെയൊക്കെ കാണിക്കുന്നത്. ഇനി ലക്ഷ്മിപ്രിയയുടെ സംഭവം നിങ്ങൾ അറിഞ്ഞല്ലോ. 20 ലക്ഷം രൂപ കുറേ നാളുകൾക്ക് മുന്നേ തിരക്കഥ എഴുതാമെന്നും പറഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് മേടിച്ച് പറ്റിച്ച്. എന്നിട്ട് ഇതുവരെ ആ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പോഴും കേസ് കിടക്കുവാണ്. ഈ ലക്ഷ്മിപ്രിയയുടെ ഹസ്ബൻഡ് എന്ന് തൊട്ടാ തിരക്കഥ എഴുതാൻ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു നെല്ലിക്ക പറിക്കാൻ പോലും അയാളെ എവിടെയും കണ്ടിട്ടില്ല സിനിമയിലൊന്നും. കുറേ നാളുകൾക്ക് മുന്നേ ഇവർ രണ്ടുപേരും ഡിവോഴ്സ് ആവുന്നെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് സ്പോട്ടിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് കുറേ ആൾക്കാരൊക്കെ പിന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പിന്നെ അത് വിട്ട്. എന്തായാലും എൻ്റെ സത്യാവസ്ഥ അവർക്കേ അറിയാം. അതൊക്കെ അവരുടെ പേഴ്സണൽ മാറ്റർ ഒന്നും പറയുന്നില്ല. എന്തായാലും നിലവിൽ ഈ പ്രൊഡ്യൂസറിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ആ വോയിസിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ പൈസ കൊടുത്തിട്ടില്ല, പൈസ കൊടുത്തതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ അത് കേട്ട് കാണുമായിരിക്കും. ഞാൻ വീണ്ടും വെച്ച് വെറുപ്പിക്കുന്നില്ല. പക്ഷേ കുറേ നാളുകൾക്ക് മുന്നേ ഈ ഒരു അലിഗേഷൻ വന്ന സമയത്ത് ലക്ഷ്മിപ്രിയ എടുത്ത് ഇതിനെ പറ്റിയിട്ട് ആങ്കർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ, ഫോണിലങ്ങാണ്ട് വിളിച്ചിട്ട്. അന്ന് ലക്ഷ്മിപ്രിയ കൊടുത്ത മറുപടി നിങ്ങൾ കേട്ടോണം. ചേച്ചിയെ പറ്റി ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ഒരു ആരോപണം എന്ന് പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് ഞാൻ വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. അതായത് 20 ലക്ഷം രൂപ ചേച്ചി തട്ടിയെടുത്തു. മോനെ ഞാൻ ഇവിടെ 20 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് ഞാൻ ഇവിടെ ഈ നാട് വിട്ടൊന്നും പോയിട്ടില്ല. ഞാൻ ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. 20 ലക്ഷം രൂപ തട്ടിയെടുത്തെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരട്ടെ. 20 ലക്ഷം രൂപ മോന്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം 20 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു സാധനമാണോ ഞാൻ ഇങ്ങോട്ട് തട്ടിയെടുക്കാനായിട്ട്? അതെ, ആരോപണങ്ങളൊക്കെ കോടതിയിൽ തെളിയിക്കട്ടെ. ഇവരെ പോലെയുള്ള ആൾക്കാർക്കാണ് ആ പ്രൊഡ്യൂസർ എടുത്ത് വെച്ച് പൈസ കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ അങ്ങേർക്ക് തലയ്ക്ക് വല്ല സുഖം ഉണ്ടോയെന്നാണ് ഞാനിത് ആലോചിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് അയാളെ പറ്റി ഒന്ന് അന്വേഷിക്കണ്ടേ? കൊടുത്തിട്ട് കാര്യമുണ്ടോ, കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും നേട്ടം ഉണ്ടോ എന്ന്. ഇവർ തിരക്കഥ എഴുതാമെന്നും പറഞ്ഞിട്ട് അയാളെ പറ്റിച്ചിട്ട് മാക്സിമം കാശടിച്ച് മാറ്റി. എന്നിട്ട് എന്തെങ്കിലും സാധിച്ചോ? അതുമില്ല. എന്നിട്ട് ലക്ഷ്മിപ്രിയയുടെ അത് കണ്ടോ, അയ്യോ മോളെ ഞാനിതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല, ഞാനിതൊന്നും കേട്ടിട്ടേ ഇല്ല. എന്തായാലും അൻസിബെ തൊട്ട് കളിച്ച എല്ലാവർക്കും നല്ല രീതിയിലുള്ള പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ടിനി ടോം ആയിക്കോട്ടെ, ലക്ഷ്മിപ്രിയ ആയിക്കോട്ടെ, ഓരോന്ന് പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ വളരെ ധീരമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. തെളിവുകൾ സഹിതം കോടതി കൊണ്ടുവന്നിട്ട് കേസ് നടത്തി ജയിക്കട്ടെ. എനിക്ക് പറഞ്ഞൂടെ അജിൻ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത അജിൻ 3 ലക്ഷം രൂപ മേടിച്ചിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് ലക്ഷ്മിപ്രിയയ്ക്ക് മാത്രമേ ഉള്ളൂ. ആ പൈസ മേടിച്ച് തിന്നുന്ന സമയത്ത് ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് ചിന്ത ഉണ്ടായിരുന്നോ? എന്തോരം ഡയലോഗായി ഈ സ്ത്രീ വന്നിരുന്ന് അടിക്കുന്നതെന്നറിയോ? സമ്മതിച്ച് തരണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരാളുടെ ഒരു റിയൽ ക്യാരക്ടറാണ് കാണിക്കുന്നത്. അതൊരു ഗെയിം ഷോയാണ്, ഗെയിമിന് വേണ്ടി പലതും കാണിച്ചതാണ്. അങ്ങനെയൊന്നുമല്ല, തനിക്കണമാണ് അതിനകത്ത് കാണിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ മോൻ കണ്ടിട്ടുണ്ടാവാം, പരിചയപ്പെട്ടിട്ടുണ്ടാവും. ലക്ഷ്മിപ്രിയ അജിന്റെ പൈസ ഞാൻ തട്ടിയെടുത്തു, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ എന്റെ പൈസ അജിൻ അങ്ങ് തട്ടിയെടുത്തു എന്ന് വെറുതെ പറയാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ? ഇവിടെ കൃത്യമായിട്ടൊരു ലോ ആൻഡ് ഓർഡർ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം. തീർച്ചയായിട്ടും നിയമമുണ്ട്. ഇത് കേരളമാണ്. അതെ, ഇത് കഴിഞ്ഞ 4-5 വർഷമായിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. കേസ് തള്ളിപ്പോയ ഒരു കേസാണല്ലോ ഇത്. ഏതാനും ചേച്ചി ഒരുപാട് സന്തോഷം. തള്ളിപ്പോയ ഒരു കേസാണെന്ന്. തള്ളിപ്പോയ കേസിന് ഇപ്പോൾ പുറത്തിറങ്ങിയ വോയിസിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്
ഈ അടുത്തും കേസ് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് എന്ന്. തള്ളിപ്പോയ കേസിന് എന്തിനാണ് പിന്നെയും വിളിക്കുന്നത്? പക്ഷെ എന്തോരം കള്ളത്തരമാണ് ഈ സ്ത്രീയൊക്കെ വന്ന് സംസാരിക്കുന്നത്. നാണോ മാനോ എന്ന് പറയുന്നൊരു സാധനമില്ലേ ഇവർക്കൊക്കെ? ആരെ പറ്റിയും എന്തും പറയാം, വിളിച്ച് പറയാം, അല്ലെങ്കിൽ കള്ളക്കേസ് കൊണ്ടുവന്ന് കൊടുക്കാം. എന്നാൽ ഇവർ ചെയ്ത തെറ്റിനെ പറ്റി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവർക്കൊന്നും പറയണ്ട. അൻസിബയെ പറ്റിയിട്ട് ഒരു വ്യാജ പരാതി കൊണ്ട് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്രയോ മണിക്കൂർ പിടിച്ചിരുത്തിയതാണ്. അതിന് പ്രശ്നമില്ല. എന്തായാലും നല്ല രീതിയിലുള്ള പണി ബാക്ക് ടു ബാക്ക് കിട്ടുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യം. എന്തായാലും ഇനി വേറൊരു മഹാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. എത്ര വലിയ ചെറ്റയാണെങ്കിലും ഒരു കുഴപ്പമില്ല. അതായത് സമൂഹത്തിൻ്റെ മുന്നിൽ എന്ത് തെറ്റ് ചെയ്താലും പ്രശ്നമില്ല. രാഹുൽ ഈശ്വറുണ്ട് അവന് വേണ്ടി സംസാരിക്കാൻ. ഈ മനുഷ്യനോട് നമുക്ക് ഈ സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ട്. അതായത് ഈ മെൻസ് കമ്മീഷൻ വരണമെന്ന് ഒക്കെ തന്നെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും വേണം. പക്ഷെ എന്നും പറഞ്ഞ് എന്ത് തോന്നിവാസം കാണിക്കുന്നവന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പ്രവണതയുണ്ടല്ലോ, അതത്ര ശരിയുള്ള പരിപാടിയൊന്നുമല്ല. ടിനി ടോമിനെ പൊക്കി പിടിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം രാഹുൽ ഈശ്വർ വന്നിരിക്കുന്നത്. അൻസിബ ഒരു സാമൂഹിക വിപത്ത് എന്ന് ടിനി ടോം തിരിച്ചടിച്ചാൽ ടിനി ടോം ജയിലിലാകും. സ്ത്രീത്വത്തെ അപമാനിച്ചു, ദുസ്സൂചനയോടെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അൻസിബയ്ക്ക് പല ആണുങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നും മതം മാറ്റാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനകത്ത് പ്രശ്നമില്ല. എന്തായാലും അത്രയും വലിയ അപരാധമൊന്നും അൻസിബ പറഞ്ഞിട്ടില്ല. ടിനി ടോമിനെ എങ്ങനെ അപമാനിക്കാനും അൻസിബയ്ക്ക് കഴിയും. നമ്മുടെ നാട്ടിലെ നിയമങ്ങളുടെ ഇരട്ടത്താവളാണ് അത് വ്യക്തമാക്കുന്നത്. ടിനി ടോം എന്തോന്ന് ഇരട്ടത്താപ്പ്? ബോബി ചെമ്മണ്ണൂർ എന്തിനായിരുന്നു ജയിലിൽ പോയി കിടന്നത്? ബോബി ചെമ്മണ്ണൂരിൻ്റെ സംസാര രീതി കൊണ്ടാണ്. ഇവിടെ സാമൂഹിക വിപത്ത് എന്ന് പറയുന്നതിനകത്തോട്ട് എനിക്ക് ഒരു തെറ്റും തോന്നിയില്ല. ഒരു പൊതുശല്യമാണ് ഈ പറയുന്ന ടിനി ടോം എന്തെല്ലാം പരിപാടികൾ അവിടെ നിന്ന് കാണിക്കുന്നത്. ഒരു സ്ത്രീകളെ പറ്റിയിട്ട് എന്തും വിളിച്ച് പറയാം, സ്ത്രീകളെ പച്ചയ്ക്ക് ആക്ഷേപിക്കാം, പച്ചയ്ക്ക് തെറി വിളിക്കാം. അതിനൊരു കുഴപ്പമില്ല രാഹുൽ ഈശ്വറിന്. ഇതാണ് ഏറ്റവും കൂടുതൽ അങ്ങ് കൊണ്ടത്. വല്ലവൻ്റെയും പെണ്ണ് കേസിൽ അകത്ത് പോയി കിടന്ന ഏക വ്യക്തിയാണ് നമ്മുടെ രാഹുൽ ഈശ്വർ. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. പുരുഷനെ എങ്ങനെ അവഹേളിച്ചാലും അധിക്ഷേപിച്ചാലും ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ആലോചിച്ച് നോക്കുക. അമ്മ പോലൊരു ഓർഗനൈസേഷൻ, ഞാൻ വളരെ ആദരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് അമ്മ. അവയിൽ പരസ്പര എതിരഭിപ്രായങ്ങൾ കാണാം, ഗ്രൂപ്പിസം കാണാം, അതൊന്നുമില്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ടിനി ടോം എന്ന പ്രഗത്ഭനായ കലാകാരനെ മനഃപൂർവ്വം സാമൂഹ്യ മധ്യത്തിൽ താറടിച്ച് കാണിക്കാനും അപകീർത്തിപ്പെടുത്താനും അധിക്ഷേപിക്കാനും അൻസിബ ഒരുങ്ങുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളും പല ആൾക്കാരും അതിന് കൈയടിക്കുകയാണ്. ടിനി ടോമിനെ സാമൂഹിക വിപത്ത് എന്നാണ് അൻസിബ വിശേഷിപ്പിച്ചത്. അങ്ങനെ തിരിച്ച് ടിനി ടോം വിശേഷിപ്പിച്ചാലോ അൻസിബ ഒരു സാമൂഹിക വിപത്താണെന്ന് അപ്പം ടിനി ടോമിനെ അറസ്റ്റ് ചെയ്യും. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഗതികേടാണിത്. അപ്പൊ ഇത്തരം കാരണം ഈ വിഷയം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. മണിക്കൂറുകളോളം അമ്മയിലെ പല ആൾക്കാരോടും സംസാരിച്ചു. എനിക്ക് അതിൻ്റെ ഒരുപാട് തെളിവുകളും അവർ അയച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ വോയിസ് ക്ലിപ്പുകൾ അയച്ചു തന്നിട്ടുണ്ട്. പ്രമുഖ താരങ്ങളുടെ പരസ്പരമുള്ള സംഭാഷണങ്ങൾ അവർ അയച്ചു തന്നു. അതിൻ്റെ സത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിലെ എല്ലാ സത്യങ്ങളും പറയുന്നില്ല, ആരെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അൻസിബ ഒരാൾക്ക് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ദുസ്സൂചനയോടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. ഒരു ഇൻസിനുവേഷൻ, ഇനുവെന്റോ പറഞ്ഞ് ചില ഫോട്ടോകളെ കുറിച്ച് ഇയാൾ പറയുന്നത് ഇയാൾ എല്ലാവരോടെയും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു എടുത്തു എന്നൊക്കെ. അൻസിബ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന ഓരോ ആരോപണത്തിനും തെളിവുകളുണ്ട്. പ്രധാന സാക്ഷിയായിരുന്നു നീന കുറുപ്പിൻ്റെ പരാതിയിൽ പോലും ടിനി ടോമിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ട് ആ കംപ്ലൈൻറ്റിനകത്ത്. ഇതൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് എടുത്തു വെച്ച് വായിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇവിടെ രാഹുൽ ഈശ്വർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല ഇത്രയും തെമ്മാടിത്തരം കാണിക്കുന്ന ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇയാൾക്ക് എന്ത് ഗുണമായിരിക്കാം? ഇയാൾ ഇങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് പോയി സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്താ? പിന്നെ വേറൊരു കളീൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അൻസിബയെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി പല PR വർക്കുകളും പുറത്ത് നടക്കുന്നുണ്ട്. പല ആൾക്കാരും ചെന്ന് പലരെയും സമീപിക്കുന്നുണ്ട്. അങ്ങനെയുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ോടെ പരാമർശിച്ച് അൻസിബ ഒരു വ്യക്തിക്ക് മെസ്സേജ് അയച്ചു. ആർക്കെന്ന് ഞാൻ പറയുന്നില്ല, ഒരാൾക്ക് മെസ്സേജ് അയച്ചു. ഇത് അവരുടെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. പാവം ആ സ്ത്രീ, നല്ലൊരു കലാകാരി, ഈ യഥാർത്ഥത്തിൽ ഇരയായത് ആ സ്ത്രീയാണ്. ആ സ്ത്രീ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കാര്യം അവരാണ് കൂടുതൽ സത്യങ്ങൾ വെളിയിൽ പറയേണ്ടത്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അൻസിബയുടെ ഈ ദുസ്സൂചനയോടുള്ള മെസ്സേജ് അവരുടെ കുടുംബക്കാർ കണ്ടപ്പോൾ, ഭർത്താവ് കണ്ടപ്പോൾ അവർക്ക് പ്രശ്നമായി. അവർക്കതിനെതിരെ പോലീസിൽ പരാതി കൊടുത്തു. അങ്ങനെ പോലീസുകാർ അൻസിബയെ വിളിച്ചു. അതിനാണ് അൻസിബയെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നത്, അപമാനിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. അൻസിബ അപ്പോൾ ഈ മെസ്സേജ് അയച്ച ആ സ്ത്രീക്കുണ്ടായ വേദനയോ, അവർക്കുണ്ടായ വിഷമമോ, അവരുടെ കുടുംബത്തിലുണ്ടായ ബുദ്ധിമുട്ടോ ആരാന്ന് മനസ്സിലായി. ലക്ഷ്മിപ്രിയയുടെ കാര്യമാണ് പറയുന്നത്. ലക്ഷ്മിപ്രിയയെ പറ്റിയിട്ടൊന്നും വന്ന് സംസാരിക്കില്ല. ലക്ഷ്മിപ്രിയയുടെ ഭർത്താവും കാണിച്ചിരിക്കുന്ന പരിപാടികളല്ല ഇപ്പം ഓൾറെഡി പബ്ലിക്കിൻ്റെ വന്നൊരു സാധനമാണ്.
അതുകൊണ്ട് കൂടുതലായിട്ട് വന്നിരുന്ന് വെളുപ്പിക്കാൻ നിൽക്കല്ലേ. വ്യാജമായിട്ടൊരു കേസും കൊടുത്ത് ആ ഒരു പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ സമയത്ത് അമ്മയിലുള്ള ഒരു മനുഷ്യർ പോലും അത് ഇടപെട്ടിട്ടില്ല. ഇപ്പോഴാണ് അൻസിബ ശരിക്കും പറഞ്ഞാൽ വാ തുറന്ന് ഇതെല്ലാം പറയുകയും പോലീസുകാർക്കെതിരെ വരെ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയും ചെയ്തത്. അൻസിബയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു കംപ്ലൈൻറ്റ് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഒന്നും ഇവിടെ ആർക്കും പ്രശ്നമല്ല. ഇത്തരം ഒരുപാട് കാര്യങ്ങളാണ്. ഇതിനിടയ്ക്ക് മതവും ജാതിയും എല്ലാം കുത്തിക്കയറ്റി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അൻസിബയെ ഏതെങ്കിലും രീതിയിൽ അൻസിബയെ ജിഹാദി എന്ന് ടിനി ടോം വിളിച്ചതിന് എന്താ തെളിവുള്ളത്? ആ തെളിവുണ്ടെന്ന് പറയുന്നത് അൻസിബയുടെ തന്നെ ഗ്രൂപ്പിൽ നിൽക്കുന്ന മറ്റൊരു പ്രമുഖയായ നടി, എനിക്ക് അവരെ നന്നായിട്ട് അറിയാം, കാര്യം ഞങ്ങൾ ഒരുമിച്ച് ഒരു TV ഷോയിലുണ്ട്. അൻസിബയെ സാമൂഹ്യ വിപത്തെന്നൊക്കെ ആര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ലക്ഷ്മി പ്രിയയും ഈ പറയുന്ന ടിനി ടോമിൻ്റെ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആളല്ലേ, അപ്പം അവർ പറയുന്ന എല്ലാം നിങ്ങൾക്ക് അങ്ങ് വിശ്വാസമാണോ? ഇയാളുടെ വീഡിയോ ഒന്നും കാണാതിരിക്കാനല്ല, ഇയാൾക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. അനാവശ്യമായിട്ട് എല്ലാത്തിലും ഇടിച്ച് കയറി ചെല്ലുക, എന്നിട്ട് അവിടുന്ന് കുറച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കുക, അല്ലെങ്കിൽ മേ ബി പൈസ ആയിരിക്കാം മേ ബി ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നിരുന്ന തോന്നിയ ദിവസം പറയേണ്ട ആവശ്യമുണ്ടോ? ഇതെല്ലാം ക്ലിയറാണ്, ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അൻസിബ എന്ത് തെറ്റാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തത്? അത് മാത്രമല്ല, ഈ അമ്മ സംഘടനയിൽ നിൽക്കുന്ന സമയത്ത് അൻസിബ ചെയ്തു പോയ നല്ല കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യർക്കും അൻസിബയെ പറ്റി കുറ്റം പറയാനില്ല. നിങ്ങൾ നേരെ മറിച്ചിട്ട് ടിനി ടോമിനെ പറ്റി ആയിക്കോട്ടെ, ബാക്കിയുള്ളവരെ പറ്റി ആയിക്കോട്ടെ, നിങ്ങൾ ഇന്ന് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ചോദിച്ചു നോക്കും. ഓരോ ഫിലിം ആക്ടേഴ്സിൻ്റെ അടുത്തും എല്ലാവരും മോശമായിട്ട് സംസാരിക്കും. ഇത് ചുമ്മാതെ അനാവശ്യമായിട്ട് രാഹുൽ ഈശ്വർ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക, അല്ലെങ്കിൽ വേറെ വലിയ ഇൻറ്റൻഷനും കാണുമായിരിക്കാം. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.